അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഈ മാസം 22-ന് എന്ന് വെച്ചാൽ ജനുവരി 22-ന് പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടക്കും. അന്നേ ദിവസം രാജ്യവ്യാപകമായി വലിയ പ്രചാരണത്തിനാണ് BJP തുടക്കമിടുന്നത്. പ്രതിഷ്ഠാദിന കർമ്മ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുക്കുന്നു, മന്ത്രിമാർ മുഴുവൻ പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ വലിയ ഹിന്ദു സംഗമം സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാജ്യത്തെമ്പാടുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ മുഴുവൻ ക്ഷണിക്കുന്നുണ്ട്. നമ്മുടെ ഷാജൻ സ്കറിയക്ക് പോലും ക്ഷണം കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. മറുനാടൻ മലയാളിയിലെ ഷാജൻ സ്കറിയക്ക്. ഏതായാലും ഷാജൻ സ്കറിയ പങ്കെടുക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അദ്ദേഹം പോകേണ്ടതാണ്, പോകേണ്ട ആൾ തന്നെയാണ്. ഇങ്ങനെ BJP വലിയ ആഘോഷമാക്കി മാറ്റുകയും അത് ഉപയോഗപ്പെടുത്തി അടുത്ത ദേശീയ ഇലക്ഷനെ നേരിടാൻ തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു എന്ന ചോദ്യം ഉയർന്നുണ്ടല്ലോ. കോൺഗ്രസും അതേ വഴിക്ക് തന്നെയാണ്. അങ്ങനെ ഉണ്ടാകൂ എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം A ടീമും B ടീമുമാണ്. A ടീം BJP, B ടീം കോൺഗ്രസ് എന്ന അവസ്ഥയിലാണ് ഇന്നുള്ളത്. ക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം ACC ഓഫീസിലെത്തി. മല്ലികാർജുന ഖാർഗെയ്ക്കും സോണിയാഗാന്ധിക്കും. ഇതുവരെയും പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. സമയം വരുമ്പോൾ തീരുമാനമെടുക്കും എന്നാണ് പറഞ്ഞത്. ഇതുവരെയും സമയം വന്നിട്ടില്ല തീരുമാനമെടുക്കാൻ. അതേസമയം CPI-യുടെയും CPIM-ന്റെയും ഓഫീസുകളിലും ജനറൽ സെക്രട്ടറിമാർക്ക് ക്ഷണം കിട്ടി. ക്ഷണം കിട്ടിയ ഉടനെ തന്നെ അവരോട് പറഞ്ഞു, ശരി, ഞങ്ങൾക്ക് വരാൻ സാധ്യമല്ല. കാരണം ഒരു പള്ളി, ബാബറി മസ്ജിദ് പൊളിച്ചെടുത്താണ് ക്ഷേത്രം പണിയുന്നത്. ആ ക്ഷേത്രം ഒരു രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റുകയാണ് BJP. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല, ഞങ്ങൾ പങ്കെടുക്കില്ല, ഞങ്ങൾ വരില്ല എന്ന് ക്ഷണക്കത്തുമായി വന്നവരോട് ആ നിമിഷം പറയാൻ കഴിഞ്ഞു CPIM-നും CPI-ക്കും. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് പറയാൻ കഴിയാത്തത് എന്ന ചോദ്യം അത് തന്നെ ഉയർന്നു വന്നതാണ്. പക്ഷേ ദേശീയാടിസ്ഥാനത്തിൽ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് തന്നെയാണ്. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി പങ്കെടുക്കില്ല. അതാണ് ഇപ്പോഴത്തെ പുതിയ തീരുമാനം. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് എന്ന നിലയിൽ പങ്കെടുക്കില്ല. പക്ഷേ കോൺഗ്രസിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് നേതാക്കളുണ്ട്, MP-മാരുണ്ട്, MLA-മാരുണ്ട്. അവരിൽ ചിലർക്ക് ക്ഷണം കിട്ടിയിരിക്കാം. അതിന് പല കാരണങ്ങളും ഉണ്ടാകാം. അത് വ്യക്തിപരമാണ്. വ്യക്തിപരമായി ഒരാൾ ക്ഷേത്രത്തിൽ പോകുന്നതിനെ എന്തിനാണ് ഞങ്ങൾ എതിർക്കുന്നത്? അങ്ങനെ പോകാമല്ലോ എന്ന ന്യായം പറഞ്ഞ് സോണിയാഗാന്ധിയും പോകും, അതേപോലെ തന്നെ മല്ലികാർജുന ഖാർഗെയും പോകും എന്നാണ് അറിയുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചിട്ടില്ല, പ്രിയങ്ക ഗാന്ധിയെ ക്ഷണിച്ചിട്ടില്ല. സോണിയാഗാന്ധിയെയും മല്ലികാർജുന ഖാർഗെയുമാണ് ക്ഷണിച്ചിരിക്കുന്നത്. രണ്ടുപേരും പോകും എന്ന് പറഞ്ഞത് ദിഗ്വിജയ് സിംഗ് എന്ന സോണിയ കുടുംബത്തിലെ വിശ്വസ്തനാണ്. അദ്ദേഹമാണ് ആദ്യം പറഞ്ഞത്. അതിനുശേഷം ഹിമാചൽ മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ പോകും, ക്ഷണിച്ചില്ലെങ്കിൽ ഞാൻ പോകും, രാമൻ ആരുടെയും കുത്തകയല്ല എന്ന് പറഞ്ഞ് ഹിമാചൽ മുഖ്യമന്ത്രി, കോൺഗ്രസ് നേതാവ് പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കർണാടകയിൽ നിന്ന് ഒരു വാർത്ത വന്നിരിക്കുന്നു. ആ വാർത്ത മറ്റൊന്നുമല്ല, കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് ആണ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കർണാടകയിലെ ദേവസ്വം മന്ത്രി ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നു. ആ ഉത്തരവിൽ പറയുന്നത് ഈ മാസം 22-ന് രാമപ്രതിഷ്ഠ നടക്കുന്ന ഈ മാസം 22-ന് കർണാടകയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും, ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേക രാമപൂജ നടത്തും എന്നാണ്. എന്താണ് പ്രത്യേക രാമപൂജ നടത്തും എന്ന് ആരാണ് പറയുന്നത്? കോൺഗ്രസിന്റെ നേതാവായ ദേവസ്വം മന്ത്രി, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഭരിക്കുന്ന കർണാടകയിൽ. ഇനി കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വരികയേ വേണ്ടൂ. കേരളത്തിലെ കോൺഗ്രസ് ഇതുവരെ നിലപാട് പറഞ്ഞിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്, ഞങ്ങൾ എന്ത് നിലപാടെടുക്കണം, ദേശീയ പാർട്ടിയാണ് അത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത്, ഞങ്ങൾക്കൊന്നും ക്ഷണം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ദേശീയ പാർട്ടി എന്ത് തീരുമാനമെടുക്കുന്നോ അത് ഞങ്ങൾ അംഗീകരിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ കർണാടകയിലെ കോൺഗ്രസ് പറയുന്നു പങ്കെടുക്കണം എന്ന്. എന്തിനേറെ TK ശിവകുമാർ ഇപ്പോൾ കേരളത്തിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ, ഈ പ്രതിഷ്ഠാദിന കർമ്മങ്ങളിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നതിൽ തെറ്റില്ല എന്ന്. ജനവികാരം കണക്കിലെടുക്കണം കോൺഗ്രസ് എന്നാണ് DK ശിവകുമാറിന്റെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ജനവികാരം, ഉത്തരേന്ത്യയിലെ ജനവികാരം മനസ്സിലാക്കി അത് കണക്കിലെടുത്ത് കോൺഗ്രസ് പാർട്ടി ഈ പരിപാടിയിൽ, പ്രതിഷ്ഠാദിന കർമ്മ പരിപാടിയിൽ പങ്കെടുക്കണം എന്നാണ് പറയുന്നത്. എന്നാ പിന്നെ കേരളത്തിലെ കോൺഗ്രസിനും അത് പറഞ്ഞുകൂടെ? ഞങ്ങളും പങ്കെടുക്കുന്നു, കോൺഗ്രസ് പങ്കെടുത്തോട്ടെ, ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയം അതാണ്, പക്ഷെ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൂടെ? അത് പറയില്ല, ദേശീയ പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. എന്താണ് പ്രശ്നം? കോൺഗ്രസ് ഭയപ്പെടുന്നുണ്ട് ആരെ? മുസ്ലിം ലീഗിനെ. കോൺഗ്രസ് ഭയപ്പെടുന്നുണ്ട് ആരെ? മുസ്ലിം ന്യൂനപക്ഷത്തെ. കോൺഗ്രസ് ഭയപ്പെടുന്നുണ്ട് ആരെ? ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ. എന്തുകൊണ്ട്? ഇതൊരു സാധാരണ രാമക്ഷേത്രമല്ല. ഒരു രാമക്ഷേത്രം ആരോ എവിടെയോ പണിയുന്നു, ഒരു ട്രസ്റ്റ് പണിയുന്നു, അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ്, പ്രതിഷ്ഠാദിന കർമ്മം നടക്കുന്നു, എല്ലാവരും ക്ഷണിക്കുന്നു, പോയിക്കോട്ടെ, അതിനെന്താ പ്രശ്നം? ഇവിടെ പള്ളി നിർമ്മിക്കുന്നു, പോകുന്നില്ലേ എല്ലാവരും? ഇവിടെ ചർച്ച് നിർമ്മിക്കുന്നു, പോകുന്നില്ലേ എല്ലാവരും? എല്ലാവരും പങ്കെടുത്തിട്ടല്ലേ ക്ഷേത്രങ്ങളുടെയും ചർച്ചുകളുടെയും മോസ്കുകളുടെയും ഒക്കെ കർമ്മങ്ങളും പരിപാടികളും ഉത്സവങ്ങളും ഒക്കെ നടക്കുന്നത്? അതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? പോകേണ്ടതാണ്, നടക്കണം, നടക്കേണ്ടതാണ്.
വിശ്വാസം വ്യക്തിപരമാണ്, വിശ്വാസികൾ പോയിക്കോട്ടെ. ആ വിശ്വാസത്തെ തടയാൻ ഒരാളും തയ്യാറാകരുത് എന്നതാണ് അതിൻ്റെ മറ്റൊരു വശം. അതാണ് നടക്കേണ്ടത്. എന്നാൽ രാമക്ഷേത്രം അങ്ങനെയല്ല. ഈ രാമക്ഷേത്രം, അയോധ്യയിലെ രാമക്ഷേത്രം ഒരു ബാബറി മസ്ജിദ് പൊളിച്ചെടുത്താണ് പണിയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു രാഷ്ട്രീയ ഉപകരണമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. ആ രാഷ്ട്രീയ ഉപകരണത്തിൻ്റെ ഗുണഭോക്താക്കൾ BJP ആണ്. BJP അതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. അത് ജനങ്ങളോട് പറയുകയും അത്തരമൊരു രാഷ്ട്രീയ കളിയിൽ കോൺഗ്രസ് ഭാഗവാക്കാകില്ല എന്ന നിലപാട് ദേശീയമായി തന്നെ എടുക്കുകയും അങ്ങനെ ദേശീയമായി എടുക്കുന്നില്ലെങ്കിൽ ആ പാർട്ടിയിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ പാർട്ടിക്കില്ലേ? പക്ഷേ പാർട്ടി മിണ്ടില്ല. ആരാണ് പേടിക്കുന്നത്? മുസ്ലിം ലീഗിനെ പേടിച്ച്, മുസ്ലിം ന്യൂനപക്ഷത്തെ പേടിച്ച് നിൽക്കുന്ന പാർട്ടിയായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുന്നു എന്ന് പറയുന്നതും BJP ആരോപണം ഉന്നയിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എത്ര കാലം നിങ്ങൾക്കിങ്ങനെ നിലപാട് മറ്റേതെങ്കിലും പാർട്ടിക്ക് അടിയറ വെച്ച് മുന്നോട്ട് പോകാൻ കഴിയും? കോൺഗ്രസ് അവരുടെ നിലപാട് മുസ്ലിം ലീഗിൻ്റെ മുന്നിൽ അടിയറ വെക്കുന്നു, മുസ്ലിം ലീഗ് അവരുടെ നിലപാട് കോൺഗ്രസിന് മുന്നിൽ അടിയറ വെക്കുന്നു. രണ്ടുപേർക്കും വേണ്ടത് ഒരേ ഒരു സാധനമാണ്, അതിൻ്റെ പേരാണ് അധികാരം. അതിനുവേണ്ടിയുള്ള ഈ നിലപാടില്ലായ്മ അത് തന്നെ ഈ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും രാഷ്ട്രീയ അടിത്തറ ഇല്ലാതാക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.